ആക്ച്വലി വ്യത്യാസമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ അലർജി എന്ന് പറയുന്നത് ജലദോഷം എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി നമ്മൾ കേൾക്കുമ്പോൾ ഒരേപോലെയാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ജലദോഷം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയ്ക്കും അതുപോലെ തന്നെ മൂക്കിനൊക്കെ സാധാരണയായിട്ട് ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് നമുക്ക് സാധാരണ എല്ലാവർക്കും വരും. അഡൾട്ട്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും. ഇപ്പോൾ വർഷത്തിൽ 4-5 തവണയൊക്കെ വന്നു എന്നിരിക്കും. കുട്ടികൾക്ക് അത് കൂടുതൽ തവണ വന്നു എന്നിരിക്കും. പക്ഷേ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തന്നെ രോഗപ്രതിരോധ സംവിധാനം ഒരു അമിതമായിട്ട് ഇന്നതിനോടൊന്നില്ല എന്തിനോടും അമിതമായിട്ട് പ്രതിരോധിക്കാനുള്ളൊരു സ്വഭാവം കാണിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലർജിക് റൈനൈറ്റിസ്. അതായത് ഈ അലർജൻസ് പുറത്തുള്ള പൂമ്പൊടി, അതുപോലെ സാദാ പൊടി, ഫംഗസ്, മൃഗങ്ങളുടെ രോമങ്ങൾ, ഇതൊക്കെയായിട്ട് നമ്മുടെ ശരീരം കോണ്ടാക്റ്റിൽ വരുമ്പോൾ അമിതമായിട്ട് ഹിസ്റ്റമിൻ പോലുള്ള രാസവസ്തുക്കൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് മൂക്കിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് കുറേശ്ശെ നീർവീക്കം വരികയും റണ്ണിങ് നോസൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും അതിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഈ ജലദോഷം വരുമ്പോൾ തുമ്മലുണ്ടാകും. അത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അലർജിക് റൈനൈറ്റിസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും. പിന്നെ ജലദോഷമുള്ള സമയത്ത് തൊണ്ടയ്ക്ക് അല്ലെങ്കിൽ മൂക്കിനൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ വേണമെങ്കിലും ഉണ്ടാകാം, സ്ഥിരമായിട്ടും ഉണ്ടാവണമെന്നുമില്ല. പക്ഷെ അലർജിക് റൈനൈറ്റിസിൻ്റെ ഒരു മെയിൻ ലക്ഷണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന തൊണ്ടയ്ക്കും മൂക്കിനൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലാണ്. അതുപോലെ ജലദോഷമുള്ള സമയത്ത് മൂക്കിൽ നിന്നും വരുന്ന സ്രവം, ആ ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞ് വെള്ളം പോലെ ആദ്യം വരികയും പിന്നീട് ഒരു ദിവസങ്ങൾ കഴിയും തോറും അതിന് ഒരു ഡാർക്കായിട്ടുള്ള യെല്ലോയിഷ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഒരു പച്ചയിലേക്കൊക്കെ അത് മാറും. പക്ഷേ അലർജിക് റൈനൈറ്റിസ് ഉള്ളവർക്ക് മൂക്കിൽ നിന്ന് ആ സ്രവം വരുമ്പോൾ അത് തെളിഞ്ഞ് വെള്ളം പോലെ തന്നെയാണ് തുടക്കം മുതൽ അവസാനം വരെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാലാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് സാധാരണയായിട്ട് ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം വരെ മാക്സിമം അതിനുള്ളിൽ അത് തന്നെ പതുക്കെ വീര്യം കുറഞ്ഞ് അത് തന്നെ പൊക്കോളും. പക്ഷെ അലർജിക് റൈനൈറ്റിസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് അലർജൻ കൊണ്ടാണോ നമുക്ക് ഈ അലർജിക് റൈനൈറ്റിസ് ഉണ്ടായത് അതുമായിട്ട് എപ്പോഴൊക്കെ കോണ്ടാക്റ്റിൽ വരുന്നോ അപ്പോഴൊക്കെ നമുക്ക് ഈ അലർജിക് റൈനൈറ്റിസ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അലർജിക് റൈനൈറ്റിസിനെ അല്ലെങ്കിൽ ജലദോഷത്തിന് വെറുതെ തള്ളിക്കളയാതെ ഇതിലേതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അലർജിക് റൈനൈറ്റിസുമായിട്ട് വരുന്ന പേഷ്യൻസിന് ഞാൻ കൊടുക്കുന്ന ഒരു ബെസ്റ്റ് മെഡിസിനൽ കോമ്പിനേഷനാണ് ഹെർബലി ടച്ചിൻ്റെ അലർജി ഷീൽഡ് കോംബോ. പീൻ ക്വാദ്, പീൻ ഓയിൽ, പീൻ ചൂർണം, അതുപോലെ തന്നെ ഈസിനോസ് തുടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത്. അപ്പോൾ അലർജിക് റൈനൈറ്റിസിനും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മെഡിസിനൽ കോമ്പിനേഷനാണ് അലർജി ഷീൽഡ് കോമ്പിനേഷൻ.